ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടൂൾസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 അനിമൽസ് നമ്മൾ ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറുന്നതിനും സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും 4 ദിക്കുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതായിട്ട് പറയുന്നുണ്ട്. ഇത് വെസ്റ്റ് ഡയറക്ഷൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൈഗറിന്റെ ചിത്രമാണ്. ഇത് പടിഞ്ഞാറ് ദിക്കിന്റെ സംരക്ഷണം ഇത് ഏറ്റെടുക്കും. അതുപോലെ സൗത്ത് ഡയറക്ഷനിൽ നിങ്ങൾക്കൊരു ഫീനിക്സ് ബേർഡിന്റെ ചിത്രം വെക്കാം. നിങ്ങളുടെ ലിവിംഗ് റൂമിലാണേ. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ലിവിംഗ് റൂമും ഉണ്ട് ഡൈനിങ്ങും ഉണ്ട്, എവിടെ വെക്കണമെന്ന്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന റൂം ഏതാണോ അവിടെ വയ്ക്കാം. അപ്പോൾ വീണ്ടും ഒരു സംശയം, ഇത് രണ്ടും കൂടെ ഒറ്റ റൂമാണ്, എന്ത് ചെയ്യണം? ഇത് രണ്ടിനോട് ചേർത്ത് ഒരു ഒറ്റ ഇതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ദിക്കിനെ പരിഗണിക്കാം. ഇത് നോർത്തിലാണ് വെക്കേണ്ടത്. ഇത് ഡ്രാഗൺ ആണ്. ഇത് ഈസ്റ്റ് വാളിൽ വെക്കണം. ഇപ്പൊ ടൈഗറും ഫീനിക്സ് ബേർഡും ടോർട്ടോയിസും ഒരേ ലൈനിൽ ഒരു 7 അടി ഹൈറ്റിലോ 8 അടി ഹൈറ്റിലോ വെക്കാം. പക്ഷെ ഒരല്പം കൂടെ ഉയർത്തി നിങ്ങൾക്ക് ഡ്രാഗന്റെ ഇത് വെക്കാം. ഇനി മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സിമ്പിൾസ് എന്ന് പറയുന്ന ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾസ് ആണ്. വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബെസ്റ്റിലോ വെക്കാം. ഇനി കുടുംബാംഗങ്ങൾ പരസ്പരം ഐക്യത്തിലും ഒത്തൊരുമയോടും പോകാൻ വേണ്ടിയിട്ട് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. സൗത്ത് വെസ്റ്റ് കോർണറാണ് മിസ്റ്റിക് നോട്ടിന്റെ ഏരിയ. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു 88 എന്ന് പറയുന്ന ഒരു സിമ്പിൾസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെയോ ഡൈനിങ് ഹാളിന്റെയോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ, വീടിന്റെ വാതിലിന് സമീപത്തായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണമെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷിപ്പ് വെക്കാം. ഇതിന്റെ മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുമ്പോൾ ഉള്ളിലേക്കാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ചെലവ് കൂടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് വെൽത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റു ചില ടൂളുകൾ നോക്കാം. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു മണി ഫ്രോഗ് വെക്കാം. നമ്മളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട്. ചുണ്ടിലൊരു ചൈനീസ് കോയിൻ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ചൈനീസ് കോയിൻ ചുണ്ടിൽ വെച്ച് വീടിനുള്ളിലേക്ക് കടക്കും വിധം ഇതിനെ വെക്കാം. പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലോട്ടാണ് വെക്കുന്നത്, വീടിനകത്താണ് വെക്കുന്നത്. വീടിന്റെ 8 ദിക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ബാക്കോ മിറർ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. അടുത്തത്, കുട്ടികളില്ലാത്ത കപ്പിൾസിന് വാസ്തുദോഷം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഡയറക്ഷൻസിൽ ഇത്തരത്തിലുള്ള ചിൽഡ്രൻസ് ബുദ്ധയെ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ വെക്കാം. അല്ലെങ്കിൽ മെയിൻ എൻട്രൻസിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലും ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.